അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂസുഫ് നബിയുടെ നിലപാടിൽ രാജാവ് അങ്ങേയറ്റം തൃപ്തനായി. യൂസുഫ് നബി രാജാവിൻ്റെ സ്വപ്നം നല്ല നിലയിൽ വ്യാഖ്യാനിച്ചപ്പോൾ തന്നെ രാജാവിന് അദ്ദേഹത്തെ നന്നായി ബോധിച്ചിരുന്നു. നിരപരാധിത്വം തെളിയിച്ചെങ്കിലേ ജയിൽ വിടുകയുള്ളൂ എന്ന നിലപാട് കൂടിയായപ്പോൾ രാജാവ് യൂസുഫ് നബിയിൽ അങ്ങേയറ്റം സംപ്രീതനായി. രാജ്യത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള യൂസുഫ് നബിയുടെ നിർദ്ദേശങ്ങളും കൂടിയായപ്പോൾ അദ്ദേഹത്തെ രാജ്യത്തിൻ്റെ അധികാരസ്ഥാനത്ത് സുപ്രധാനമായ റോളിൽ നിശ്ചയിക്കണമെന്ന് രാജാവിന് തോന്നി. അങ്ങനെ അദ്ദേഹത്തെ രാജാവ് രാജസന്നിധിയിൽ വിളിച്ചു വരുത്തി. രാജാവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനം നൽകുകയും രാജ്യഭരണത്തിൽ ഒരു സുപ്രധാന പദവി ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇക്കാര്യം ഉൾക്കൊള്ളുന്ന 54-ാമത്തെ ചെറിയ ആയത്താണ് ഇന്ന് പഠിക്കുന്നത്. وقال الملك ائتوني به أستخلصه لنفسي فلما كلمه قال إنك اليوم لدينا مكين أمين وقال الملك ائتوني به. രാജാവ് പറഞ്ഞു, അദ്ദേഹത്തെ എൻ്റെ അടുക്കൽ ഹാജരാക്കൂ. യൂസുഫ് നബിയെ കൊണ്ടുവരാൻ രാജാവ് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉപാധിയൊക്കെ നടപ്പാക്കപ്പെട്ടു. ഇനി അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കി എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ എന്ന് രാജാവ് ബന്ധപ്പെട്ടവരോട് കൽപ്പിച്ചു. അസ്തഖ്ലിസുഹു ലിനഫ്സി, ഞാൻ അദ്ദേഹത്തെ എനിക്ക് വേണ്ടി മാത്രം സ്വന്തമാക്കട്ടെ, ഞാൻ അദ്ദേഹത്തെ എൻ്റെ സ്വന്തമാക്കട്ടെ, എൻ്റെ ആത്മമിത്രമാക്കട്ടെ എന്നൊക്കെ ഇതിന് അർത്ഥം പറയാം. എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഭരിക്കാൻ എനിക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട്, എനിക്ക് അദ്ദേഹത്തെ കൂടെ നിർത്തണം എന്നാണ് രാജാവ് പറയുന്നത്. അങ്ങനെ യൂസുഫ് നബിയെ രാജാവിൻ്റെ അടുക്കൽ ഹാജരാക്കി. അവർ തമ്മിൽ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഈ രാജ്യത്തിന് നേതൃത്വം നൽകാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ് യൂസുഫ് നബി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഫലമ്മാ കല്ലമഹു, അങ്ങനെ രാജാവ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ, രാജാവ് യൂസുഫ് നബിയോട് സംസാരിച്ചപ്പോൾ, ഖാല, രാജാവ് പറഞ്ഞു, ഇന്നകൽ യൗമ ലദൈനാ മക്കീനുൻ അമീൻ, തീർച്ചയായും താങ്കൾ ഇന്ന് നമ്മുടെ അടുക്കൽ ഏറ്റവും വിശ്വസ്തനായ ഉന്നത സ്ഥാനത്തുള്ളവനായിരിക്കുന്നു. രാജകൊട്ടാരത്തിൻ്റെ എന്തെങ്കിലും ജോലിയല്ല, പരിചാരകനോ സേവകനോ അങ്ങനെയുള്ള ഒരു ജോലിയല്ല രാജാവ് യൂസുഫ് നബിയെ ഏൽപ്പിക്കുന്നത്. മറിച്ച് രാജാവും ആ രാജ്യവും അദ്ദേഹത്തിൽ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിക്കുന്നുവെന്നും രാജാവിൻ്റെ അടുക്കലും രാജ്യഭരണത്തിലും സുപ്രധാനമായ പദവി താങ്കളെ ഏൽപ്പിക്കുന്നുവെന്നുമാണ് രാജാവ് യൂസുഫ് നബിയോട് പറഞ്ഞത്. മക്കീൻ എന്നാൽ ഉന്നത സ്ഥാനമുള്ളവൻ എന്നാണ്. വലിയ സദസ്സുകളിൽ വലിയ പദവി അലങ്കരിക്കുന്നതിനാണ് ഇത് പറയുന്നത്. അമീൻ എന്നാൽ വിശ്വസ്തൻ എന്നാണ്. മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അദ്ദേഹം മക്കീനും അമീനും ആണ് എന്ന് ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. ഏൽപ്പിക്കപ്പെടുന്ന ജോലി ഒരു കുറ്റവും വരുത്താതെ വിശ്വസ്തയോടെ നിർവഹിക്കുന്നത് കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാമയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതെന്ന് അവിടെ പറയുന്നുണ്ട്. ഈ വിശ്വാസവും പ്രതീക്ഷയും തന്നെയാണ് രാജാവ് യൂസുഫ് നബിയുടെ കാര്യത്തിലും പ്രകടിപ്പിച്ചത്. അതിനു മറുപടിയായിക്കൊണ്ട് യൂസുഫ് നബി രാജ്യത്തെ സാമ്പത്തിക കാര്യങ്ങളുടെ ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിക്കണമെന്നും അത് ഭംഗിയായി നിർവഹിക്കാനുള്ള അറിവും കഴിവും തനിക്കുണ്ടെന്നും പറയുകയാണ് അടുത്ത ആയത്തിൽ. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമയെ അള്ളാഹു ഈജിപ്തിലെ ഏറ്റവും വലിയ അധികാര സ്ഥാനത്തെത്തിക്കുന്നതിനെ കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. ഇൻഷാ അള്ളാഹ് അത് നാളെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.